പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം. സർവേശ്വരോ സ്തുതിഗീതം. ശാന്തി പ്രത്യാശയമെന്നേക്കും. ഉന്നതമാം സ്വലോകത്തെ സർവേശ്വരോ സ്തുതിഗീതം. ശാന്തി പ്രത്യാശയമെന്നേക്കും. സ്വലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ശാന്തി പ്രത്യാശയമെന്നേക്കും. സർവ്വസ്നായകരുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സർവ്വസ്നായകരുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. അതിലൂടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നവീകരണത്തിനും രക്ഷിക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാര്യം പുറത്തു നൽകുന്ന ദിവരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സരത്തിലെയും നാഥായി നീക്കും. ആമേൻ. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ
കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതിഷ്ഠാകുന്ന അങ്ങയുടെ പുത്രനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിച്ചു കൊടുത്തിരിക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാലും സ്ഥലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, സ്ഥലത്തിന്റെയും നാഥായനേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അവരുടെ കർത്താവേ, സത്യമാർഗ്ഗങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായനേക്കും. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനം സർവേശ, പരിപാവനം ഗണവാണി, പരിപാവനം നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവ്വജനായ കർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ സ്മരണായി പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലെ കേട്ടാലും, നിങ്ങൾ ഇന്ന് ജോർദാൻ കടന്ന് നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്താൻ പോവുകയാണ്. ഉയരമേറിയവരും വലിയവരുമായ ആ ജനതകൾ നിങ്ങൾ അറിയുന്ന അനാക്കിമുകളാണ്. അനാക്കിമിന്റെ മക്കളുടെ മുൻപിൽ നിൽക്കാൻ ആർക്കു കഴിയുമെന്ന് ആരെപ്പറ്റി നിങ്ങൾ പറഞ്ഞു കേട്ടിരുന്നുവോ, അവരാണിത്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുൻപിൽ പോകുന്നതെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അവരെ തോൽപ്പിക്കുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കം ചെയ്ത് കഴിയുമ്പോൾ എന്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം അവകാശമാക്കാൻ എന്നെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത്. ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത്. നിങ്ങളുടെ നീതിയോ ഹൃദയ പരമാർത്ഥതയോ നിമിത്തമല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത്. ആ ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്
എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിനു വേണ്ടിയും ആണ് അവരെ അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് അവകാശമായി തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങൾ ദുശാഠ്യക്കാരായ ജനമാണ്. എൻ്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. ഇനിയും എൻ്റെ സഹോദരനെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒരേ കാര്യം വീണ്ടും എഴുതുന്നത് എന്നെ അനവസരപ്പെടുത്തുന്നില്ല. നിങ്ങൾക്കത് സുരക്ഷിതത്വമേകും. നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും അംഗവിച്ഛേദം നടത്തുന്നവരെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും ഈശോമിശിഹായിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം പ്രാപിക്കുകയും ചെയ്യുന്ന നമ്മൾ. എന്നാൽ എനിക്ക് ശരീരത്തിലും ശരണം വയ്ക്കാൻ കഴിയും. ശരീരത്തിൽ ശരണം വയ്ക്കണമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ എനിക്ക് അവനേക്കാൾ കൂടുതൽ കഴിയും. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നവൻ, ഹെബ്രായനിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുന്നിൽ കുറ്റമറ്റവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം മിശിഹായെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ ഈശോമിശിഹായുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് മിശിഹായെ നേടുന്നതിനും അവരോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയല്ലേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ മിശിഹായിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസം ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അത് അവനെയും അവൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ സഹനത്തിൻ്റെ കൂട്ടായ്മയും അനുഭവിച്ചറിഞ്ഞ് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാനാവും. പരിസുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നദ്ധയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു.
ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും. അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കുവാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. സ്തുതി. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം യേശു താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുന്നതാണ്. ഇന്ന് വായിച്ച 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾക്ക് തൊട്ട് മുമ്പ് യേശു താബോർ മലയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. യേശു അവിടെ വെച്ച് രൂപാന്തരപ്പെടുന്നു. യേശുവിന് പിതാവിൻ്റെ അംഗീകാരം ലഭിച്ചു. ദൈവാനുഭൂതിയുടെ താബോർ മലയിൽ നിന്ന് പടിയിറങ്ങുന്ന താഴ്വരയിൽ, ആ താഴ്വരയിൽ നിൽക്കുന്ന മനുഷ്യരുടെ നെടുവീർപ്പുകൾക്ക് കർത്താവ് ഉത്തരവും കൊടുക്കുകയാണ്. അപ്പോൾ ദൈവാനുഭൂതിയുടെ താബോർ മലയിൽ നിന്ന് താഴ്വരയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ നെടുവീർപ്പുകൾക്ക് ഉത്തരം കൊടുക്കുന്ന യേശുവിനെയാണ് സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത്. യേശു പ്രാർത്ഥനയിലായിരുന്നു, മലമുകളിലായിരുന്നു. നമുക്കറിയാം, ആ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു പിതാവ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പുത്രന്റെ സൗഖ്യത്തിനു വേണ്ടി യേശുവിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പിതാവ്. ആ പിതാവിൻ്റെ മുഖത്തേക്ക് യേശു നോക്കി. പുത്രന്റെ സൗഖ്യത്തിന് വേണ്ടി കേഴുന്ന പിതാവിൻ്റെ കണ്ണുനീര്, അവൻ്റെ വിശ്വാസത്തിൻ്റെ സമർപ്പണം യേശു കൺകുളിർക്കെ കണ്ടു. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം, എൻ്റെ സ്വരം ശ്രവിക്കുന്നവനെ, എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവനെ, ഇനി എൻ്റെ കൽപ്പനകൾക്ക് ചെവി കൊടുക്കുന്നവനെ ഞാൻ തന്നെ സുഖപ്പെടുത്തും, ഞാൻ തന്നെ സുഖപ്പെടുത്തും. യേശു അപസ്മാര രോഗിയുടെ പ്രത്യേകത പറഞ്ഞു. അപസ്മാര രോഗം യഹൂദരുടെ വിശ്വാസമനുസരിച്ച് ഒരു പൈശാചികതയാണ്, തിന്മയാണ്. തൻ്റെ വളർന്നു വരുന്ന മകനെ പിശാച് വേട്ടയാടുന്നു, തിന്മ വേട്ടയാടുന്നു. അതുകൊണ്ട് അവന് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നിട്ട് കഴിയാതെ പോയതിൻ്റെ പരിഭവം പേറിയാണ്, മുഖം വാടിയാണ് യേശുവിൻ്റെ സന്നിധിയിൽ അവൻ നിൽക്കുക. കർത്താവേ, ശിഷ്യന്മാരോട് പറഞ്ഞു, കഴിഞ്ഞില്ല, എങ്കിലും ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നു, നിനക്കത് കഴിയും. അവൻ ആദ്യമേ ചോദിക്കുന്നത്, കർത്താവേ, എൻ്റെ പുത്രൻ്റെ മേൽ കനിയണമേ എന്നാണ്. 3 കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്നാമത്, പുത്രന്റെ സൗഖ്യത്തിനു വേണ്ടി യേശുവിനെ തേടി വരുന്ന പിതാവ്. തൻ്റെ മകനിൽ പിശാച് കയറിയിട്ടുണ്ട്, സാത്താന്റെ പ്രവണതകൾ അവനിലുണ്ട്, പൈശാചികത അവനിലുണ്ട്, തിന്മ അവനിലുണ്ടെന്ന് കണ്ടപ്പോൾ ജാഗ്രതയോടെ വിശ്വാസത്തോടെ യേശുവിൻ്റെ പക്കലേക്ക് അണയുന്ന ഒരു പിതാവിൻ്റെ ചിത്രം വരച്ചിട്ട് സുവിശേഷം നമ്മോട് പറയും, നമ്മുടെ മക്കളെ തിന്മ അലട്ടുമ്പോൾ, തിന്മയെ അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവേശിക്കാതിരിക്കാൻ മാതാവും പിതാവും ചെന്നെത്തേണ്ടത് യേശുവിനെ തേടിയാണെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നു. തിന്മ താണ്ഡവമാടുന്ന, തിന്മ സംഹാര താണ്ഡവമാടുന്ന ഒരു ലോകത്ത്, എങ്ങും എപ്പോഴും ചതിക്കുഴികൾ പണിയുന്ന ഒരു ലോകത്ത് നമ്മുടെ മക്കൾ വീണു പോകാതിരിക്കാൻ
യേശുവിന്റെ സന്നിധി അണയുന്ന പിതാവിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. മാതാപിതാക്കൾ തൻ്റെ മക്കൾക്കു വേണ്ടി, ദൈവം തന്ന മക്കൾക്കു വേണ്ടി യേശുവിന്റെ തിരുനടയിൽ കണ്ണിൽ കണ്ണുനീരോടെ നെഞ്ചിൽ തീയോടെ നിൽക്കുമ്പോൾ സൗഖ്യമായി, അനുഗ്രഹമായി, കൃപയായി മക്കളിലേക്ക് അനസ്യൂതം ദൈവത്തിന്റെ കൃപ ഒഴുകി വരുമെന്ന് സുവിശേഷം അടയാളപ്പെടുത്തുന്നു. രണ്ടാമത്, പുത്രന് വേണ്ടി യേശുവിനോട് ആ പിതാവ് യാചിക്കുന്നത് എന്റെ പുത്രനിൽ കനിയണമേ എന്ന്, കരുണ തോന്നണമേ എന്ന്. 116 സങ്കീർത്തനം 25 വാക്യം, ദൈവം കരുണാമയനാണ്, കരുണ തോന്നണമേ എന്ന്, കനിയണമേ എന്ന്. മക്കൾക്കു വേണ്ടി പേര് പറഞ്ഞ് നമ്മൾ വിശുദ്ധ ബലി പറയുമ്പോൾ, വരുമ്പോ, പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ മകന്റെ മകളുടെ പേര് പറഞ്ഞ് ഈ കുരിശിലേക്ക് നോക്കിയിട്ട് പറയണം, എന്റെ കുഞ്ഞിന്റെ മേൽ കരുണയായിരിക്കണമേ എന്ന്, എന്റെ കുഞ്ഞിന്റെ മേൽ കൃപയായിരിക്കണമേ എന്ന്, കരുണ തോന്നണമേ എന്ന്. യേശുവിന്റെ കരുണ, യേശുവിന്റെ കൃപ അനസൂതമൊഴുകി അത് സ്വീകരിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെല്ലാം നന്മയിൽ, വിശ്വാസത്തിൽ അടിയുറച്ച് വളരുമെന്ന് സുവിശേഷം അടയാളപ്പെടുത്തുന്നു. അതുകൊണ്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എല്ലാ മാതാപിതാക്കളും കരുണ തോന്നണമേ എന്ന്, കനിയണമേ എന്ന്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിൽ വളരുമെന്ന് ദൈവം നമ്മളോട് പറയുന്നു. മൂന്നാമത് ആ പിതാവിനോട് പറഞ്ഞു, ഒറ്റക്കാര്യം മതി, വിശ്വാസത്തിന്റെ ബലം. യേശു പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ താഴ്വരയിൽ വരുന്ന പ്രശ്നങ്ങൾക്ക്, താഴ്വരയിൽ ഉരുണ്ടുകൂടിയ നെടുവീർപ്പുകൾക്ക് യേശു പരിഹാരമുണ്ടാക്കുകയാണ്. വിശ്വാസത്തോടെ അബ്രാഹാം മല കയറിയപ്പോൾ മലയല്ല കണ്ടത്, മലമുകളിൽ വസിക്കുന്ന ദൈവത്തെയാണ് കണ്ടത്. തന്റെ മുമ്പിൽ നിൽക്കുന്ന മലയെ കാണാതെ മലയിൽ വസിക്കുന്ന ദൈവത്തെ കണ്ട അബ്രാഹത്തിന്റെ കണ്ണുകൾ വിശ്വാസത്തിന്റെ പിതാവായ പരിശുദ്ധ മാതാവ് തന്റെ ജീവിതത്തിൽ വന്ന ദുഃഖ ദുരിതങ്ങൾക്ക് മുമ്പിൽ മലയല്ല കണ്ടത്, മലയിൽ വസിച്ച ദൈവത്തെയാണ് കണ്ടത്. അപ്പസ്തോലന്മാര്, സ്ലീഹന്മാര്, യേശു അവരെ അറിയാതെ തന്നെ യേശു അവരെ രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ മലയിൽ പ്രസംഗിച്ച, മലയിൽ രൂപാന്തരപ്പെട്ട, മലയിൽ മരിച്ച, മലയിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ, മലയിൽ വെച്ച് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവിനെയാണ് അവർ കണ്ടത്. മലയല്ല, മലമുകളിൽ വസിക്കുന്ന ക്രിസ്തുവിനെയാണ് കണ്ടത്. മലമുകളിൽ വസിക്കുന്ന ദൈവത്തെയാണ് കണ്ടത്. അതിന് മലയല്ല, മലമുകളിൽ വസിക്കുന്ന ദൈവത്തെ കാണണമെങ്കിൽ ക്രിസ്തു ഒരു കാര്യം ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു കടുക് മണിയോളം വിശ്വാസം മതി. കടുക് മണിയോളം വിശ്വാസം മതി. ഈ മുറ്റത്ത് കിടക്കുന്ന വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു കൊച്ചു താക്കോലിട്ടാണ്. ഒരു വലിയ വടവൃക്ഷം വെട്ടുന്നത് ഒരു കൊച്ചു മഴ കൊണ്ടാണ്. കൊച്ചു കൊച്ചു ആയുധങ്ങൾ കൊണ്ട് മനുഷ്യൻ പണിയുന്നു, തകർക്കുന്നു, പുനരുദ്ധരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം യേശുവിന്റെ മൊഴി മനസ്സിലാക്കാൻ, ക്രിസ്തു മൊഴി മനസ്സിലാക്കാൻ. ഒരു കൊച്ചു കടുകുമണി മതിയെന്ന്. ഈ കടുകുമണി എന്ന് പറയുന്നത് വിശ്വാസത്തെ കുറിച്ചാണ് ഈശോ പറഞ്ഞത്. അങ്ങനെ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ഒരു വാഴ്വ് മതി നിന്റെ മുമ്പിൽ നിൽക്കുന്ന മലയെ ഉടച്ചു വാർക്കാൻ. നിന്റെ മുമ്പിൽ ആഴിയോളം നീണ്ടുകിടക്കുന്ന, ആ വലിയ കടലോളം നീണ്ടുകിടക്കുന്ന പ്രശ്നങ്ങളെ നീന്തിക്കയറാൻ ഈ കടുകുമണിയോളം ഒരു കനൽ മതി എന്ന്. എങ്കിൽ യേശു പറഞ്ഞു, കനൽ പോലെ ഒരു വിശ്വാസം വേണം. വിശ്വാസത്തിന്റെ കനൽ വേണം, ആഗ്രഹത്തിന്റെ കനൽ വേണം, ദൃഢനിശ്ചയത്തിന്റെ കനൽ വേണം. ഈ കനലുണ്ടെങ്കിൽ യേശു പറഞ്ഞു, മലയെ ഉടച്ചു വാർക്കാം, ആഴിയെ നീന്തി കടക്കാം. ഇത് കൊടുങ്കാറ്റിനെ പോലും കത്തിക്കുന്ന കനലാണ്. അത് ഉള്ളിലുണ്ടാകണം. കുഞ്ഞായിരിക്കുമ്പോൾ മാമോദീസ മുങ്ങുമ്പോൾ കത്തിച്ച ഒരു തിരി കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഈ വിശ്വാസത്തിന്റെ ദീപം നീ അണയാതെ സൂക്ഷിക്കണം. അന്ന് ഹൃദയത്തിൽ കത്തിച്ചിട്ട ഈ വിശ്വാസം നമുക്ക് വേണം. അതൊരിക്കലും കെടാതെ സൂക്ഷിക്കണം. യേശു പറഞ്ഞു, എന്തുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, പ്രാർത്ഥനയുടെ ശക്തിയില്ലാതെ പോയി.
പ്രാർത്ഥനയാകാതെ പോയി. പ്രാർത്ഥനയുടെ കാഴ്ചക്കാരായി സ്ത്രീകന്മാർ. നമുക്കൊക്കെ അറിയാതെ പറ്റുന്ന ഒരു ദുഃഖം, ഒരു സങ്കടം പ്രാർത്ഥനയുടെ കാഴ്ചക്കാരായി മാറും, കുർബാനയുടെ കാഴ്ചക്കാരായി മാറും. ഇങ്ങനെ കാഴ്ചക്കാരായി മാറുമ്പോഴാണ് വിശ്വാസത്തിൽ വളരാൻ കഴിയാതെ പോകുന്നത്. യേശു പറഞ്ഞു, പ്രാർത്ഥനയായി മാറണം. യേശു പ്രാർത്ഥനയായി മലമുകളിൽ നിന്ന് താഴേക്ക് വന്നപ്പോൾ അപസ്മാര രോഗിയുടെ അപസ്മാരം മാറ്റാൻ, താഴ്വരയിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം പറയാൻ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിക്കായി. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയും, പ്രാർത്ഥനയാവണം. മലയല്ല, മലമുകളിൽ വസിക്കുന്ന ദൈവത്തെ കാണണം. അതിന് ആഗ്രഹത്തിൻ്റെ ഒരു കനലുള്ളിലുണ്ടാകണം, വിശ്വാസത്തിൻ്റെ കനലുള്ളിലുണ്ടാകണം, ദൃഢനിശ്ചയത്തിൻ്റെ കനലുള്ളിലുണ്ടാകണം. ഈ കനൽ, വിശ്വാസത്തിൻ്റെ കനൽ ഒന്ന് ഊതിക്കത്തിച്ചുകൂടെ എന്നാണ് സുവിശേഷം നമ്മളോട് പറയുക. മകനെ, മകളെ, നിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ കനൽ നീ ഊതി കത്തിക്കണം. ഈ ഊതി കത്തിക്കുന്ന വിശ്വാസമുണ്ടെങ്കിൽ എല്ലാം ശുഭമാകും, എല്ലാം സാധ്യമാകുമെന്ന് സുവിശേഷം നമ്മളോട് പറയുന്നു. അവരോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് തന്ന ഈ വിശ്വാസം അത് അചഞ്ചലമായി എന്നും പ്രോത്സാഹിപ്പിച്ചു നിൽക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മക്കൾക്ക് വേണ്ടി അവർ തിന്മയുടെ അംശം അല്ലെങ്കിൽ തിന്മയുടെ ഒരു നിഴൽ പോലും അവരിൽ പ്രവേശിക്കാതിരിക്കാൻ യേശുവിനെ തേടി വരുന്ന പിതാവ്, യേശുവിൻ്റെ കനിവ് യാചിക്കുന്ന പിതാവ്, വിശ്വാസത്തിൻ്റെ കനവുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശു നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും യേശുവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച്, കർത്താവെ കനിയണമേ, കരുണ തോന്നണമേ എന്ന് ദൈവപുത്രനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, 11-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുമെന്ന യേശുവിൻ്റെ തിരുവചനം നമ്മുടെ ജീവിതത്തിന് വഴിവിളക്കായി നിൽക്കും. വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങേ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയയുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അങ്ങയുടെ മഹത്വം കണ്ട് ഭീതി കൊണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി അങ്ങ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ അങ്ങേ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവിടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശം നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മിത്രാപൊലിത്തയെയും മാർ ആന്റണി മിത്രാനെയും മറ്റുള്ള മിത്രാന്മാരെയും സഭാധ്യക്ഷരേവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയുമായ വിശിഷ്ടായി അങ്ങ് കുരിശടയാളത്തോടു കൂടി വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ അങ്ങയുടെ വലതുഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാനുഭൂതിയുടെ താബോർ മറയിൽ വന്ന് ഇറങ്ങി വരുന്ന പടിയിറങ്ങുന്ന കർത്താവ് താഴ്വരയിൽ കാത്തുവരുന്ന രോഗികൾക്ക് സൗഖ്യം. അപസ്മാര രോഗം പിടിപെട്ട മകന്, തിന്മയുടെ സ്പർശമേറ്റ മകന് സൗഖ്യത്തിനു വേണ്ടി യേശുവിനെ തേടി വരുന്ന പിതാവ്, കരുണയായിരിക്കണമേ എന്ന്, അവനിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവ് നമ്മളോട് പറയും.
നമ്മുടെ വീട്ടിലെ, നമ്മുടെ കുടുംബത്തിലെ എല്ലാ മക്കളുടെയും പേര് ഹൃദയത്തിൽ ഉച്ചരിച്ചിട്ട് കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരയണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിലായിരിക്കുമ്പോഴും ലോകത്തിൻ്റെ അരൂപിയെ സ്പർശിക്കാതെ ദൈവമേ, നന്മയിൽ നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ എല്ലാ മക്കളെയും പേര് പറഞ്ഞ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയായിരിക്കണമേ, കനിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെ കനൽ, ആഗ്രഹത്തിൻ്റെ കനൽ, ദൃഢനിശ്ചയത്തിൻ്റെ കനൽ, എൻ്റെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ കനലൂതി അത് കത്തിജ്വലിപ്പിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ മുമ്പിൽ വരുന്ന ഏത് മലയും ഉടച്ചു വാർക്കാൻ, ഏത് ആഴിക്കടലും നീന്തിക്കടക്കാൻ യേശു നൽകുന്ന വിശ്വാസത്തിൻ്റെ വിളക്കിന് കഴിയും. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ എന്നെ വളർത്തണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിലും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾക്കും സങ്കടങ്ങൾക്കും നൊമ്പരങ്ങൾക്കുമിടയിലും ഒരു വ്യക്തിയെ പതറാതെ സൂക്ഷിക്കുന്ന ആത്മീയത അല്ലെങ്കിൽ ആത്മീയമായ ആന്തരികമായ ശക്തിയും സ്രോതസ്സുമാണ് വിശ്വാസം. ആ വിശ്വാസം കെടാതെ സൂക്ഷിക്കുവാൻ നിന്റെ കൃപയുടെ നിറവ് ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്ഥലത്തിൻ്റെയും നാഥായ നീക്കും, സ്ഥലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളെയും പാപങ്ങളെയും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചിലേക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും ഇതേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദാഹരണത്തിനെയും ഓർമ്മയാചരിക്കുവാൻ അവരുടെ കർത്താവായ ദൈവമേ, കൽപ്പനയനുസരിച്ച് വിശ്വാസത്തോടുമായ രണ്ടാമത്തെ ആഗമനം വരെ പരിശുദ്ധ ബലിപീഠത്തിന്മേൽ സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സ്വീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ പരിശുദ്ധ വിനയാപനത്തിന്റെയും നീതിമാനായ രഹസ്യത്തിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെയും പുത്രനും സകല സൃഷ്ടികളും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിന്റെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തേസ്പിതാക്കോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലേവർത്തനം പിടിമരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവാത്മാവുമായ
ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ മാമോദീസായി ശരീരത്തിൽ ഉയർത്തും നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. അവയെ ആശീർവദിക്കണം. എന്റെ സഹോദരന്റെ കൃപാരുടെ കൈകൾ വഴി പൂർത്തിയാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കവേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധത വഹിക്കുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കൃപാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്ക് ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധമാവുകയും ചെയ്യട്ടെ. സർവശക്തനായ ദൈവമേ, അവിടെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സമൃദ്ധമായ കൃപകളെ കുറിച്ച് ഞങ്ങൾ അവയോട് നന്ദി പറയുന്നു. പ്രിയപുത്രന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ അർപ്പകരാകുവാൻ പാപികളായിരുന്ന ഞങ്ങളെ അവിടുന്ന് സ്നേഹാദ്രികത്താലോഗ്യരാക്കി അവിടുന്ന് നൽകുന്ന ദിവദാനം ഉറച്ച വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ എന്നും അങ്ങയുടെ തിരുമുമ്പാകെ അർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെയും മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. കർത്താവിശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്നേഹ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എന്നേക്കും. നമ്മുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സ്ഥലത്തിന്റെയും നാഥനായ ദൈവത്തിന് കൃപാനയർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തിൽ വളരുവാനുള്ള കൃപ നൽകണമേ. അങ്ങയുടെ ഒരു വാഴ്വ് തന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ ആശീർവദിക്കണമേ എന്ന പ്രാർത്ഥനയോടെ താഴ്വരയിൽ നിന്ന് നെടുവീർപ്പുകളോട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹത്തിൻ്റെ മലമുകളിൽ വസിക്കുന്ന തമ്പുരാനെ, നിന്റെ കൃപ നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. ദൈവമേ, എന്റെ ഈശോയെ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ
തന്നെ കാസയും എടുത്തു കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരി റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാമധ്യക്ഷമായ കർദിനാൾമാർ ജോർദാൻ സിസ്റ്റമിത്രാപുരതയ്ക്ക് വേണ്ടി മറാൻറ്റിന് മിത്രാപുരതയ്ക്ക് വേണ്ടി മറ്റുള്ള ആരോഗ്യമാർക്ക് വേണ്ടി മിത്രാന്മാർക്ക് വേണ്ടിയും പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ അധികാരി എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും അങ്ങയുടെ സന്നദ്ധയിൽ നീതിപൂർവ്വം ജീവിച്ച എല്ലാ മക്കൾക്ക് വേണ്ടിയും രക്ഷിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആഗ്രഹവും എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വരുവാൻ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുരം കാത്തുകൊണ്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ആരാധന സമൂഹത്തിന് വേണ്ടിയും ദൈവമേ, വിശുദ്ധവരെ സംബന്ധിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൂരദേശത്തായിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും അവരുടെ സൗഖ്യത്തിന് വേണ്ടിയും പകർച്ചവ്യാധി പോലും ഞങ്ങൾക്ക് ചുറ്റും വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥനാ സഹായങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അവരുടെ എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധ മാതാവിന്റെ വിശുദ്ധ മാധ്യസ്ഥ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടിയും ദൈവകരുണയുടെ ആശീർവാദവും അനുഗ്രഹവും നൽകി മാരകമായ പകർച്ചവ്യാധികളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഃഖദുരിതങ്ങളിൽ നിന്നും അങ്ങയുടെ കൃപയാലും കാരുണ്യത്താലും ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും എന്നും എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടിയും ദൈവമേ, ഈ വിശുദ്ധ ബലി പ്രത്യേകമാംവിധം സമർപ്പിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ ഓരോ മകന്റെയും മകളുടെയും പേര് പറഞ്ഞ് കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മേൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ തന്നെ പേര് പറഞ്ഞ് നമ്മുടെ മേൽ കനിയണമേ എന്ന് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ ഒരു വാഴ്വ മതി കുടുംബം അനുഗ്രഹീതരാകാൻ, മക്കൾ അനുഗ്രഹീതരാകാൻ, സങ്കടങ്ങൾ സന്തോഷങ്ങളായി മാറാൻ, ശാപങ്ങൾ അനുഗ്രഹങ്ങളായി മാറാൻ, കുറവുകൾ നിറവുകളായി മാറാൻ കരുണ തോന്നണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അയോഗ്യരും ഭാവികളവായ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിടെ വന്ന് അങ്ങേ ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ഇപ്പോൾ അവിടെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് എന്നും കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പെടവരെപ്പെടുത്തിയ രാജ്യത്തുണ്ടാവുമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ തിരുനാമത്തിനെന്നും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനകൾ സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, കാരുണ്യത്തിനൊത്തവിധം ഞങ്ങളോട് ദയ തോന്നണമേ. കർത്താവിശോയെ, അങ്ങയുടെ പരിശുദ്ധ തിരുനാമത്തിനെന്നും സ്തുതിയും നാഥനായ അങ്ങേക്കെന്നും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവനാകുന്നത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല, പ്രത്യുത പാപമോചനരക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്നേഹ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുറക്കുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ കർത്താവേ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാലിടുമായിടണം. അന്നോ വേണ്ടുന്നോ വിശുദ്ധ ജനത്തിലുള്ളതാവുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹം പരിശുദ്ധനാകുന്നു. സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ വിശദീകരിക്കുന്ന അമൂല്യമായ ജീവിതങ്ങൾ നൽകപ്പെടുന്നു. സകലത്തിനെയും നാഥ, നീ പരിശുദ്ധൻ 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 എന്ന് നമുക്ക് പാടി ശ്രമിക്കാം. പാപമോചനത്തിനായി ജനങ്ങൾക്കും സുപ്രിയപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദിവസങ്ങൾ സ്വീകരിച്ച് മാലാഖമാരോടൊത്ത് അവിടുത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. കർത്താവിശ്വസിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മിശിഹായുടെ തിരുശരീരവും രക്തവും കടകടപ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഈശോ എന്റെ നെഞ്ചിന്റെ താളം നീ
പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കർത്താവായ ദൈവം നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരമായ സ്വർഗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. അവിടുന്ന് തന്റെ ജീവദായകമായ സുവിശേഷം വഴി ശിക്ഷകണത്തോട് പ്രകാരം അരുൾ ചെയ്തു. സത്യം സത്യമായ നിങ്ങളോട് പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവധി ഉണ്ടാകില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് നിത്യായുസ്സിലേക്ക് പ്രവേശിക്കും. ഈ കുർബാനയിൽ പങ്കുകൊണ്ട് നമ്മുടെ സമൂഹത്തെ തന്റെ വാഗ്ദാനം അനുസരിച്ച് മിശിഹാൻ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രന്റെ തൃക്കരം നീട്ടി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ ഇപ്പോൾ ആശീർവദിക്കണമേ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും നീ കരുണയായിരിക്കണമേ. നിന്റെ കനിവ് തന്ന് ഞങ്ങളെ നീ ആശീർവദിക്കണമേ. പരിശുദ്ധ മാതാവിന്റെ വിശുദ്ധ ഔസപിതാവിന്റെ മാധ്യസ്ഥം തന്ന് ഞങ്ങളെ നവീകരിക്കണമേ. ദൈവകരുണയുടെ ആശീർവാദം അനുഗ്രഹം തന്ന് മാരകമായ പകർച്ചവ്യാധികളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിന്റെ കൃപയാലും കാരുണ്യത്താലും കാത്ത് സംരക്ഷിച്ചു കൊള്ളണമേ. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ ഒരു മൂല്യം നിറഞ്ഞുകൂടാം. ശുദ്ധ പരമത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പകർച്ചയും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധ പരമത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പകർച്ചയും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധ പരമത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പകർച്ചയും ഉണ്ടായിരിക്കട്ടെ.